2 കൊരിന്ത്യർ 1:22. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ഇതിന്റെ എല്ലാ ആകെ തൂക്കം നിന്റെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ വെച്ചിരിക്കുന്നു എന്നാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാനൊരു ദൂത് പറയാം. ഒരു ജഡമനുഷ്യനായി ജനിച്ച്, ഒരു ജഡമനുഷ്യനായി ജീവിച്ച്, ഒരു ജഡമനുഷ്യനായി മരിച്ച് നരകത്തിൽ വീണാൽ നിന്റെ ലൈഫ് അയ്യോ കഷ്ടം. ഒരു ജഡമനുഷ്യനായി ജനിച്ച് ഒരു ദൈവ മനുഷ്യനായി മാറി ഒരു ദൈവ മനുഷ്യനായി ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ പോയാൽ നീയാണ് ഭാഗ്യവാൻ. ഈ ഒരാൾക്ക് ദൈവവൈതലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഗ്രഹം അടുത്ത ആളും ദൈവവൈതലാകണം. അങ്ങനെ ഈ രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ അകത്ത് ആഗ്രഹമില്ല, നിങ്ങളുടെ ബന്ധുക്കളെല്ലാം രക്ഷിക്കപ്പെട്ട അങ്ങനെ ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്ക്. അതും ആഗ്രഹമില്ലാത്തവരുണ്ടോ? ഈ ഒരു നുണയന് സഭയ്ക്കകത്തുള്ള ആഗ്രഹം എന്ന് പറയാം, അടുത്തൊരു നുണയനെ കൂടെ കിട്ടണമെന്ന്. അവനിങ്ങനെ കാറ് വിളിച്ചു പോകും നുണയനെ കിട്ടാൻ. പിണങ്ങരുത്. ഒരു വഴക്കുണ്ടാക്കുന്നതിന് അടുത്ത പക്ഷെ ഒരു ആത്മീകന് ചെല്ലു പറയത്തില്ലയോ? ഇന്നാൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സഭയിലൊരു അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വേറെ 2 പേരെ ഇടയ്ക്ക് പോകുന്നു. അപ്പം ഞാൻ ഇനി കസാരയുടെ വല്ല ബുദ്ധിമുട്ടാണെന്നറിയാം. യോഗം കഴിഞ്ഞപ്പം എന്നോട് ഞാൻ ചോദിച്ചു, അച്ഛാ എന്നാ പറ്റിയ അച്ഛാ? ചത്തവന്മാരെ പോലെ ഇരിക്കുമില്ലയോ? അവിടെ പോയിരുന്ന ആ പിള്ളേരുള്ള സ്വോത്രമൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടോ? അതിൻ്റെ കാര്യം എന്താ? ആ പുള്ളിയുടെ അകത്ത് ആത്മാവുണ്ട്. മറ്റേ ഇല്ല കടയിലുണ്ടാക്കിയ സാധന ജീൻസും നിങ്ങളല്ല, വല്ലോരും ഉണ്ട് നിന്നോടുവാ. ഉയരത്തിന്ന് അതിനർത്ഥം 24 മണിക്കൂർ കുലുങ്ങണമെന്നല്ല. ഒരു ജീവനുള്ള സ്വോത്രവേലും പറയാലോ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കും. പിണങ്ങരുത്. പിണങ്ങിയിട്ട് കാര്യമില്ല. ഈ ട്രെയിനിങ് എന്തിനാ തരുന്നേ? ഇത് സ്വർഗത്തിൽ പോകുന്ന ട്രെയിനിങ്ങാ. ഒരാമയും പറയണം. ഇവിടെ നമ്മൾ അങ്ങ് കോടീശ്വരായി വാണു. ഈ വാഴുന്ന എത്ര കൊല്ലാ പറ? കൂടിയ 80. എത്രയല്ലോ ഉള്ളോ? 80 മേ പ്രായമുള്ളവരുണ്ടല്ലോ. 80 വയസ്സ് മേലുള്ള അച്ഛനുണ്ട്. എത്ര വയസ്സായി? 90 ഭാഗ്യവാനാ. അച്ഛനെ നോക്കിയാ ഞങ്ങളും 90 ആകാൻ പ്രാർത്ഥിക്കുന്നു. 25 കൊല്ലം വിദ്യാഭ്യാസം, പിന്നെ അടുത്ത 25 നല്ലൊരു ലൈഫ്. 50 ആകുമ്പോൾ നടുവിനുവേദന, കൈവേദന, കാലുവേദന, കൂച്ച് കൊളുത്തൊക്കെ അങ്ങ് വരും. സ്തോത്രം. ഭയങ്കര പ്രോബ്ലം ഇല്ലേ അച്ഛാ? 50 കഴിഞ്ഞവര് ശരിയില്ലയോ? പിന്നെ നമ്മളിങ്ങനെ എണ്ണയൊക്കെ പുരട്ടി കൊലവും കൊട്ടി സ്തോത്രമൊക്കെ പറഞ്ഞ് ഗ്ലോറി വിക്ടറി എന്നൊക്കെ പറഞ്ഞ് നടക്കും. ഇനി നിങ്ങൾ നോക്കിയേ, 25-നും 60-നും ഇടയ്ക്കാണ് ഒരു ജീവിതം. ആ ജീവിതം മുഴുവൻ ഇങ്ങനെ കരഞ്ഞ് കർത്താവേ ഗതികേടാണ്, നശിച്ചേ എന്തോ ഇങ്ങനെ ജീവിക്കും. പ്രത്യാശയില്ലാത്ത പ്രശ്നം. എന്നാൽ ഈ ബോംബെ എന്നൊരു പെങ്കൊച്ചെന്നെ വിളിച്ചു, എൻ്റെ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചില്ല, ഞാൻ ജോലി ചെയ്യുന്ന ബിൽഡിംഗ് അങ്ങ് ഇടിഞ്ഞു വീഴട്ടെ. ഞാൻ ചോദിച്ചു എന്തുവാ കാര്യം? എനിക്ക് നിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, കുഞ്ഞെ നിനക്ക് കാല് ചവിട്ടി നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിരൽ പോലും ചവിട്ടാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് പ്രോബ്ലം ഇല്ലാത്ത എന്നാ ഭയങ്കര പ്രത്യാശയാകത്ത്. എന്റെ യേശു വരും. അടുത്ത ആഴ്ച സഭായോഗം ഉണ്ടോന്ന് അറിയത്തില്ല. കർത്താവ് വരും. വന്നാൽ ആരാധന മുകളിലാണ്. ജീവനുള്ള പ്രത്യാശ. എത്ര പേരുടെ അകത്ത് ഈ പ്രത്യാശയുണ്ട്? എത്ര പേരുടെ അകത്ത് ഈ പ്രത്യാശയുണ്ട്? ഓട്ടെ, ഈശ്വരുടെ വേഗത്തിൽ പോവാ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അവൻ നമ്മെ മുദ്രയിട്ടു, ആത്മാവെന്ന അച്ചാരം. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ഇനി ഒരു ഭയങ്കര കരുത്തുള്ള വാക്യം വായിക്കാൻ പോവാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം. ഇത്തരം വാക്യം വായിച്ചു വേണം ഇനി പ്രസംഗിക്കാൻ തുടങ്ങാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. റോമർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, അവൻ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവേതാ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു മന്ത്രവാദി നിന്നെ ബന്ധിക്കുകയില്ല. കാരണം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. മനസ്സിലായില്ല?
ഇനി അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ യോഗം കഴിഞ്ഞ് വെളിയിലോട്ടിറങ്ങി ആകാശത്തോട്ട് നോക്കണം. അപ്പം സൂര്യൻ കാണാം. ഭൂമി സൂര്യൻ വരെയുള്ള അകലം 9,30,00,000 ദൂരമാണ്. സത്യം, ഭൂമിയിൽ നിന്ന് സൂര്യന് വരെ. പിന്നെ ചന്ദ്രൻ, സ്വതന്ത്രം. പിന്നെ നക്ഷത്രം, ഭൂമിക്ക് അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രം 26 ലക്ഷം കോടി മൈലാണ്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ റോക്കറ്റ് കത്തിച്ചു വിട്ടാൽ ഒരു 14,000 കൊല്ലം എടുക്കും ചെല്ലാൻ. പിന്നെ ഇപ്പോഴത്തെ വേഗത വെച്ചുള്ളത് കണ്ടുപിടിച്ചാലും ഒരു 14,000 കൊല്ലം എടുക്കും. നിങ്ങൾ 100 താന്ന് കൂട്ടിയാൽ മതി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പലയിടത്തും എത്തിയിട്ടില്ല, നക്ഷത്രങ്ങളിലും ഒന്നും മനുഷ്യൻ എത്താൻ പറ്റാത്ത എന്നു ചോദിച്ചാൽ അമ്മി ഇതൊത്തിരി ദൂരമാണ്. എന്നാൽ അതിനും മീതെയുള്ള സ്വർഗത്തിൽ പോകാൻ നമുക്ക് വെച്ചേക്കുന്ന നേരം കണ്ണി വെക്കുന്നതിനിടയിലാണ്. അപ്പം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അമ്മി എല്ലാ ദൈവമക്കളും ഈ ദൈവാത്മാവിനെ പ്രാപിക്കണമെന്ന് പറയും. കുറേ നാൾ യോഗത്തിന് വന്നു, ദൈവാത്മാവ് ഒന്നും കിട്ടിയില്ല. ഈ ദൈവാത്മാവ് ഒരുത്തൻ്റെ മേൽ വന്ന അവനെ പിന്നെ നിയന്ത്രിക്കുന്നത് ആ ആത്മാവാണ്. ഇവിടെ എല്ലാവരും ആത്മനിയന്ത്രണത്തിലാണ്, ചിലരൊക്കെ ആത്മനിയന്ത്രണത്തിലാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സഭ മുഴുവൻ ആത്മനിയന്ത്രണത്തിലാകട്ടെ, ദൈവമക്കൾ മുഴുവൻ ആത്മനിയന്ത്രണത്തിലാകട്ടെ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ യേശുവിനെ, ആ വാക്യം കൂടെ വായിച്ച നമ്മൾ പ്രാർത്ഥിക്കാം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെയും ജീവിപ്പിക്കും. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയ തൻ്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. അടക്കുമ്പോൾ പാസ്റ്റർമാര് പറയും, നീയോ മകനെ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കൽ കോടാനുകോടി വിശുദ്ധന്മാരോടെ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീയും എഴുന്നേറ്റ് വരണതാകുന്നു. അല്ലാതെ ആരാണ്ട് ആകേൽപ്പം പാടിയപ്പോഴേ ഇടപാട് തീർന്നെന്നല്ല, ഇടപാട് തുടങ്ങുക. രക്ഷിക്കപ്പെട്ടവന് മരണമില്ല, പ്രമോഷനാ. ചിലർ പറയും രക്ഷിക്കപ്പെട്ടവരുടെ ആത്മാവ് ചുറ്റി നടപ്പുണ്ട്, 3-ാം ദിവസമേ പ്രാർത്ഥന നടത്തി കയറ്റുമെന്നൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ തുറന്നു പറയുക, അങ്ങനെ 3-ാം ദിവസമാണ് കയറ്റുന്നതെങ്കിൽ കോട്ടയം ജില്ലയിൽ 3 ദിവസത്തിനുള്ളിൽ നടക്കുന്ന മരണം 300-ലധികമാണ്. അങ്ങനെ ചിന്നമ്മ ഹെലികോപ്റ്റർ പോകുന്നവർ അങ്ങോട്ട് പോകും, സൂസമ്മ ഇങ്ങോട്ട് വരും, ആകാശത്ത് കൂട്ടയിടി നടക്കും. ചത്തവനെ വല്ലോ ഇവിടെ വിട്ടാൽ ഇടപാട് തീരും. ചിലർ പറയും വല്യമ്മച്ചി ഇന്നലെ വീട്ടിൽ വന്ന്, വല്യമ്മച്ചി അല്ല മോനെ, സാത്താൻ താൻ വേറെ വേഷത്തിൽ വന്നിരിക്കുക. മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊക്കെ വല്യമ്മച്ചി വന്ന് അങ്ങ് ശാസിച്ച് വിട്ടേക്കണം. അത് വല്യമ്മച്ചി ഒന്നും അല്ലെന്നേ, രക്ഷിക്കപ്പെട്ടതാണെന്ന് അമ്മച്ചി യേശുവിൻ്റെ റെസ്റ്റിംഗ് പ്ലേസിൽ ചെന്നിട്ടുണ്ട്. ദുഷ്ടനാണെങ്കിൽ യാതന സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞൊരു ക്രിയ ഇല്ല. പോട്ടെ, ഇനി ഒത്തിരി പോയാൽ വലിയ പ്രശ്നമായതുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, ഈ ആത്മാവിനെ പ്രാപിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ബ്രദറെ, നീ സ്നാനമേറ്റ് വിശ്വാസത്തെ ഒന്ന്, പക്ഷേ ഈ ആത്മാവിനെ പ്രാപിക്കുകയല്ല. നീ ഇപ്പോഴും വഴക്കും ഉണ്ടാക്കി, അടിയും ഉണ്ടാക്കി, നുണയും പറഞ്ഞ്, കൂട്ടിയും പിടിപ്പിച്ച്, സഭയും പൊളിച്ച്, പാസ്റ്റർമാരുടെ കുറ്റവും പറഞ്ഞ്, ഇവിടെ ആരുമില്ല കേട്ടോ. അവസാനം നരകത്തിൽ പോകാതെ ഈ ആത്മാവിനെ പ്രാപിച്ച് നല്ല ജീവിതം നയിക്കാത്തവരുടെ ഒരു കുഴപ്പം പറയാം, ചൊവ്വേ ഒരു പാവം ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. ചൊവ്വേ പാവം ചെയ്യാൻ പറ്റുമോ? ഒരു ക്രിസ്ത്യാനി കള്ളു കുടിച്ചാൽ വാർത്തയാവത്തില്ല, പക്ഷെ പെന്തിക്കോസുകാരൻ കുടിച്ചാൽ വാർത്തയാവും. അതെന്നാ കാര്യം? നാട്ടുകാർക്കും അറിയാം അവർ കുടിക്കത്തില്ല. സ്തോത്രം. ഒരു ദിവസം ഒരു വണ്ടി ചാർജ് ചെയ്യാനായിട്ട് വഴി കിടക്കുക, ആ ഒരു ബാറിന്റെ മുമ്പിലേ ചാർജറുള്ളൂ. അവിടെ കയറി ചാർജ് ചെയ്യാൻ പറ്റുമോ? ചാർജ് ചെയ്താൽ എന്നാ കുഴപ്പം? കുഴപ്പമില്ല, നീ എൻ്റെ വണ്ടി അവിടെ കിടക്കുന്നതാണോ കുഴപ്പമാ? പെണങ്ങരുത്. സ്തോത്രം. പോട്ടെ, ഞാനതൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നത് എന്തിനാ? ദൈവാത്മാവിനെ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്ത് വില കൊടുത്തും ദൈവാത്മാവിനെ പ്രാപിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഈ ആത്മാവ് നിന്റെ മേൽ വന്നാൽ നിന്റെ ജീവിതം മാറും, നിന്റെ അവസ്ഥ മാറും. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ? നിന്റെ മേലുള്ള ആത്മാവ് വരണമെന്നുള്ള കൊതി കൊണ്ടാ. ഹല്ലേലൂയ. നിന്റെ ലൈഫ് മാറും, നിന്റെ ജീവിതം മാറും. ദൈവാത്മാവ് പറയുക, നിന്നെ ഞാൻ കുഴി തുറന്ന് പുറത്തെടുക്കും.
ഞാൻ ആ വാക്യം മാത്രം വായിച്ചേച്ച് എൻ്റെ വാക്ക് ഇങ്ങനെ ചുരുക്കിയേക്കാം. ദൈവത്തിന് സ്തോത്രം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37:14. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. നിങ്ങൾ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് നിന്നെ ചൊവ്വയുള്ള വഴിയിൽ ദൈവം കൊണ്ടെത്തിക്കാൻ പോവാ. അടുത്തോടെ യഹോവയായ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ പറഞ്ഞത് നിവർത്തിക്കും എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ കാണും. നിങ്ങൾ കാണും. ബൈബിൾ അടച്ചോ. നിങ്ങൾ കാണും. നിങ്ങൾ അറിയും. എഴുതിയോട്ടോ. കാണും, അറിയും.